ഹായ് ഓൾ, വെൽക്കം ടു മിസ്റ്റീസ് വേൾഡ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ ഈ സ്റ്റേഷനറി സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാറില്ലേ? അപ്പോൾ നമുക്ക് അന്നതൊന്നും മേടിച്ച് തരാറൊന്നും ഇല്ലായിരുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞ് നമ്മളെ പുച്ഛിക്കുമായിരുന്നു അല്ലേ? അപ്പോൾ നമുക്കത് ഇന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് നമുക്ക് ആദ്യം നമുക്കിഷ്ടമുള്ള ചിത്രം ഏതാണോ അത് നമ്മൾ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ട്രേസ് എടുക്കുകയാണ് ചെയ്തത്. ട്രേസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ പെൻസിൽ കൊണ്ട് വരച്ച് ദെൻ അതിൻ്റെ മുകളിൽ കൂടെ മാർക്കർ വെച്ച് വരച്ച് കളർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡോണറ്റ്സ്, ഐസ്ക്രീംസ്, കപ്പ് കേക്ക് അങ്ങനെ കുറച്ച് ചിത്രം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇത് വർക്കാവുമോ എന്ന് അറിഞ്ഞിട്ട് ബാക്കി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കുറച്ച് ചിത്രം മാത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഞാൻ വരച്ചതിനെക്കാട്ടി കുറച്ചും കൂടെ ചെറിയ പിക്ചേഴ്സ് വരയ്ക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഞാൻ കുറച്ച് വലിയ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടത് ആ പെൻസിലിൻ്റെ മുകളിലൂടെ വരയ്ക്കാനെടുത്ത മാർക്കർ കൈ പിടിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ്. കൈ മൊത്തം അമശിയായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ മാർക്കർ വെച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട് ആ പെൻസിലിൻ്റെ മുകളിലൂടെ. ദെൻ ഇതിൻ്റെ മുകളിലാണ് നമ്മളിനി പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് വാട്ടർ കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് ഏതാ വെച്ചാൽ അതെടുക്കാം. ക്രയോൺസോ അക്രിലിക് പെയിൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കത് വരയ്ക്കാൻ വേണ്ടി എടുക്കാം. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെയിൻറ്റ് ചെയ്യാൻ. എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിലും പെയിൻറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന പരിപാടിയല്ലേ. ഈ കുഞ്ഞു പിള്ളേരുടെ പെയിൻറ്റിങ് ബുക്കൊക്കെ ഇല്ലേ, ഞാൻ അതൊക്കെ മേടിച്ച് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെയിൻറ്റ് ചെയ്യാൻ. അപ്പം ഞാനൊരു മണ്ടത്തരം കാണിച്ചത് എന്താ വെച്ചാൽ, ഈ കണ്ണും മൂക്കൊക്കെ നമ്മൾ ആദ്യം മാർക്കർ വെച്ച് വരച്ചിട്ട് വേണമായിരുന്നു പെയിൻ്റ് അടിക്കാൻ. പക്ഷേ ഞാൻ ആവേശം മൂത്തിട്ട് ആദ്യം തന്നെ കയറി പെയിൻ്റ് അടിച്ചു. പിന്നാണ് എനിക്ക് ബോധം വരുന്നത് നമ്മൾ വരയ്ക്കേണ്ടതൊന്നും വരച്ചില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ ബാക്കിയുള്ള പിക്ചേഴ്സിന് അതിൻ്റെ കണ്ണും മൂക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം ആ പെയിൻറ്റ് ചെയ്തതിൻ്റെ മുകളിൽ കൂടെയും വരയ്ക്കുന്നുണ്ട്. ആക്ച്വലി പെയിൻറ്റ് ചെയ്തതിൻ്റെ മുകളിൽ വരച്ചാലും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ വാട്ടർ കളർ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷേ ഏറ്റവും നല്ലത് ആദ്യം വരച്ചിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്യുന്നതാണ്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം നമ്മളെന്താ പറഞ്ഞു വന്ന് പെയിൻറ്റ് ചെയ്യുന്ന കാര്യം. പെയിൻറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാതിരിക്കുമൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ പഴയ നോട്ട്ബുക്സിൻ്റെ പേപ്പറൊക്കെ കാണില്ലേ, അപ്പം നമുക്ക് അതിലൊക്കെ ചുമ്മാ വരച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. നമുക്കൊരു സമാധാനം കിട്ടും അങ്ങനെയൊക്കെ വരച്ച് ചെയ്യുമ്പം. മിനി ബുക്കൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വരച്ച് കളിക്കാം അല്ലേ. നമ്മുടെ പേജിൽ തന്നെ ഷോർട്സിൽ മിനി ബുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് DIY ആയിട്ട് ഉണ്ടാക്കാമെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ കാണാത്തവർ. ഈ വാട്ടർ കളർ ആയതുകൊണ്ടേ നമുക്കിതിൻ്റെ ഷെയ്ഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ആ ബ്രഷ് എടുത്തിട്ട് പേപ്പറിലോട്ട് വെക്കുമ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡ് കിട്ടും. ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങ് ലൈറ്റായി വരും. അപ്പോൾ നമുക്ക് ഉണങ്ങി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഷെയ്ഡ് ഒന്നും കൂടെ മാറും. നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്ത പിക്ചർ ആക്ച്വലി കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിൻ്റെ ഷെയ്ഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ കയ്യിൽ ആ ഷെയ്ഡൊന്നും എല്ലാം ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഈ പിക്ചർ ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വരച്ച പിക്ചേഴ്സിന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്യാം. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങുമല്ലേ, കുറച്ച് നന്നായിട്ട് ഇരുന്നോട്ടെ. ക്യൂട്ട്നെസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ വന്നോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒപ്പിച്ചെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനേ ചെറുതായിട്ട് ഐസ്ക്രീമിന് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കാൻ മറന്നുപോയി. അതാണിപ്പോൾ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയാണ് നമ്മൾ ശരിക്കും സ്റ്റിക്കർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം കുറച്ച് വീതിയുള്ള സെലോ ടാപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ പിക്ചറിൻ്റെ മുകളിലോട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് അത് ഒട്ടിച്ചാൽ മാത്രമേ നന്നായിട്ട് നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ദെൻ ആ പിക്ചറിൻ്റെ സെയിം ഷേപ്പിൽ നമ്മളത് മുറിച്ചെടുക്കുക. കുറച്ച് വൈറ്റ് ഭാഗം വിട്ടിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഫെവിക്കോളോ ഡബിൾ സൈഡ് ടാപ്പോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കത് ഇനി ബുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിനി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.